ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇടാനായിട്ട് ഒരുപാട് ലേറ്റ് ആയിപ്പോയി, ഒരുപാട് തിരക്കുകളായിരുന്നു. പൊങ്കാലയ്ക്ക് നമ്മൾ തലേ ദിവസമേ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്കിളിൻ്റെ വീട്ടിലാണ് പോയത്. അമ്പലത്തിൻ്റെ കുറച്ചടുത്തായിട്ടാണ് അങ്കിളിൻ്റെ വീട്. അപ്പം നമ്മൾ അവിടെ പോയി നിന്നിട്ട് പൊങ്കാല ഇടാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസമേ അവിടെ എത്തി. ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉത്സവം കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ അങ്കിളിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും വിഷ്ണുവായിട്ട് അങ്കിളിൻ്റെ മോനുമായിട്ടാണ് പോകുന്നത്. റോഷ്നിയുടെ മുഖം കണ്ടുകൊണ്ട് ഫുള്ള് ലൈറ്റ് മാത്രമാണ്. നമ്മൾ നടന്നാണേ പോകുന്നത്. കുറച്ച് ദൂരം നടക്കാനുണ്ടേ. അപ്പോൾ ഈ പിള്ളേരുടെ ഞാൻ പറഞ്ഞത് ഓട്ടോ പിടിച്ച് പോകുന്നു. ഇവർക്ക് നടക്കണം പോലും നടക്കുക. നടന്നിട്ട് വേണം അതിന്റെ ലൈറ്റ് ഒക്കെ കാണാനായിട്ട്. അല്ലാതെ ഓട്ടോ പോയിട്ട് എന്ത് കാര്യം ഒന്നും കാണാൻ പറ്റൂല. അയ്യോ, ഓട്ടോ പോകുമ്പോൾ ഓട്ടോ കയറുമ്പോൾ അവള് കണ്ണടച്ച് കളയും. അമ്മേ പട്ടി ഇപ്പം ചാടി വന്നേ. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലും ക്ലബ്ബുകാരും ഒക്കെ ആറ്റുകാലമ്മയുടെ ഫോട്ടോ ഇതുപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആറ്റുകാൽ ഉത്സവം തുടങ്ങുന്ന അന്ന് മുതൽ ഈ 10 ദിവസം എന്ന് പറയുന്നത് ഒരു ഓണം എങ്ങനെ അതുപോലെയാണ് കേരളത്തിലുള്ളവർ ആഘോഷിക്കുന്നത് അല്ലേ. ജാതി മതഭേദമന്യേ പൊങ്കാല അർപ്പിക്കുന്നവരുണ്ട് അമ്മയ്ക്ക്. നമ്മൾ പോകുന്ന വഴി മുഴുവനും റോഡിൻ്റെ 2 സൈഡിലും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. റോഡിൽ മാത്രമല്ല, ഓരോ വീടുകളും നോക്കിയാൽ തന്നെ എല്ലാം ഒരു ആഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള തിരക്കായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കാണുന്ന പോലെയൊന്നും അല്ല, നേരിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് തിരക്കായിരുന്നു, നിറയെ ആളായിരുന്നു. വഴിയിൽ 2 സൈഡിലും, റോഡിൻ്റെ 2 സൈഡിലായിട്ടും ഒത്തിരി സാധനങ്ങൾ ഇതുപോലെ വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട് ഇതിൽ നിന്ന് ഭരണിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഞാനതൊക്കെ വേറൊരു നമ്മുടെ കിച്ചൺ വീഡിയോയിൽ സെപ്പറേറ്റ് കാണിക്കാം.
ഇതുപോലെ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ കോളിഫ്ലവർ ഫ്രൈ, പിന്നെ ഫസ്റ്റ് ടൈം കഴിക്കുന്നതാണ് സ്പ്രിങ് പൊട്ടറ്റോ. അത് നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സ്പ്രിങ് പൊട്ടറ്റോ കഴിക്കുന്നത് ആദ്യം കഴിച്ചപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷേ ടേസ്റ്റ് വൈസ് ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമലി നമ്മൾ കഴിക്കുന്നില്ലേ ഈ കടല, നമ്മൾ ഓണാഘോഷത്തിനും ഒക്കെ പോകുമ്പോൾ ഈ സൈഡിൽ ഒക്കെ കാണാറുണ്ട്, കടലയിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ചുണ്ടൽ, അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിനടുത്തോട്ടൊന്നും നമുക്ക് ഒട്ടും അടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തിരക്കായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ പുറത്ത്, അമ്പലത്തിൻ്റെ പുറത്തുകൂടി ആ സൈഡ് മുഴുവനും ചുറ്റി കണ്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ നമ്മൾ പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പൊങ്കാലയ്ക്ക് വേണ്ടി തലയിൽ വെക്കാനായിട്ട് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൊഴുന്തും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കതിൻ്റെ മണം ഒത്തിരി ഇഷ്ടമാണ്, അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ വന്ന് അടുപ്പൊക്കെ കൂട്ടി സ്ഥലം പിടിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരാണ്. ഇത് നമ്മൾ അമ്പലത്തിൻ്റെ ആ സൈഡിൽ പോയിട്ടെടുത്താണ്. ഇനി എന്താ പറയുക, ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പല്ലേ ഇങ്ങനെ ഒരു കാഴ്ച കാണണമെങ്കിൽ, നമ്മൾ ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടിയുണ്ട്. അപ്പം ഞാൻ ആ സൈഡിലൊക്കെ പോയിട്ട് നമ്മളെല്ലാവരും കൂടെ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം.
നിൽക്കുന്നത് തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. ക്യൂ എന്ന് പറഞ്ഞാൽ പാലത്തിൻ്റെ അറ്റം വരെ ഉണ്ടായിരുന്നു. നീണ്ട ക്യൂ ആയിരുന്നു. അത്രയും നിറയെ ആളായിരുന്നു. അതും ഒരു വരിയായിട്ടും അല്ല, 2, 3 വരിയായിട്ടൊക്കെ ആയിരുന്നു ക്യൂ ഉണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു. നമുക്കും തൊഴണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴാണ് തൊഴാൻ പറ്റുക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിന് പുറത്ത് മുഴുവനും ചുറ്റി ഇറങ്ങുമായിരുന്നു ചെയ്തത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ സമയത്ത് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വ്ലോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.